ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യമോളും പപ്പിമോളും ശിവനോട് പറയുക, അങ്കിളെ ഞങ്ങളുടെ ഒരു ആഗ്രഹം സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ സാധിച്ചു തന്നില്ലല്ലോ. അതെയോ, അതെന്താ അങ്കിള് മറന്നുപോയോ? ഞങ്ങളുടെ അച്ഛനെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞില്ലേ? പപ്പിമോൾ അങ്ങനെ ചോദിച്ചത് കേട്ട് ശിവൻ അങ്ങ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ അച്ഛൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലെന്ന് ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത്? സത്യം പറയാ, ഞാൻ എൻ്റെ അച്ഛനെ തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാ. പക്ഷേ എനിക്ക് അച്ഛാന്ന് വിളിക്കാനുള്ള ഭാഗ്യമുണ്ടായി. എന്നാൽ ഈ പപ്പിക്ക് അച്ഛനാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അച്ഛാന്നൊന്ന് വിളിക്കാൻ പോലും സാധിച്ചിട്ടില്ല. പിന്നെ അവൾ അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ല, പാവം. ശിവനങ്ങളെ, സത്യേ അച്ഛാന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചതുപോലെ എനിക്കും എൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛാന്ന് വിളിക്കണം. അച്ഛനോടൊപ്പം എനിക്ക് ബൈക്കിൽ പോകണം, ബീച്ചിലൊക്കെ ഓടി നടക്കണം. അങ്ങനെ ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലേ എനിക്ക്. അത് കേട്ടോണ്ട് സത്യം പറയാം ശിവനങ്കിളെ, എങ്ങനെങ്കിലും പപ്പിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണേ. ഞങ്ങളുടെ അച്ഛനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം. അങ്കിളെ തരുവോ? എന്താ അങ്കിളെ അങ്കിള് മിണ്ടാത്തത്? ഞങ്ങളുടെ അച്ഛനെ തിരിച്ചു കൊണ്ട് തരത്തില്ലേ? തീർച്ചയായിട്ടും കൊണ്ടുവരും. വന്നില്ലെങ്കിൽ ഈ ശിവൻ അങ്കിൾ കൊണ്ടുവന്ന് തന്നിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ശിവൻ സത്യമോളെയും പപ്പിമോളെയും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുക. ഇതെല്ലാം സത്യാമ്മ കണ്ടുകൊണ്ടിരിക്കും. സത്യാമ്മയുടെയും കണ്ണ് നിറയുവാണ്. രണ്ടുപേരുടെയും ടിഫിൻ ബോക്സ് ദാണ്ട കൊണ്ടുവന്നിട്ടുണ്ട്, രണ്ടുപേരും മുഴുവനും കഴിച്ചോണം എന്നൊക്കെ പൊന്നി പറയുന്നുണ്ട്. സത്യാമ്മയുടെ കണ്ണ് കലങ്ങിയിട്ട് സത്യാമ്മ പറയാം, ശിവ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ മകൻ്റെ സ്ഥാനത്താണ് ശിവനെ കാണുന്നതെന്ന്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? വിഷ്ണുവിൻ്റെ എല്ലാ നല്ല സ്വഭാവങ്ങളും നിന്നിലുമുണ്ട്. കരുണ, ദയ, പാവങ്ങളെ സഹായിക്കാനുള്ള നല്ല മനസ്സ്. ഞാൻ പലപ്പോഴും അവനോട് പറയാറുണ്ട്, ഈ പലിശക്കാശ് മേടിക്കാൻ പോകുന്ന പണി നിനക്ക് ചേരത്തില്ലെന്ന്. ആരെങ്കിലും കണ്ണീരൊഴുക്കി കാണിച്ചാൽ കയ്യിലിരിക്കുന്ന കാശ് അവർക്ക് കൊടുത്തിട്ട് അവനിങ്ങ് പോരും. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പം പറയും ശമ്പളത്തിൽ നിന്ന് പിടിച്ചോന്ന്. ഒരു ദിവസം ഞാൻ തമാശയ്ക്ക് അവനോട് പറഞ്ഞിട്ടുണ്ട്, ഈ മാസം ഞാൻ നിനക്കല്ല ശമ്പളം തരേണ്ടത്, നീ എനിക്കാ ശമ്പളം തരേണ്ടതെന്ന്. അത് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് ഏതോ അനാഥാശ്രമത്തിലെ കുട്ടികൾക്ക് അവൻ ആ ബാഗൊക്കെ വാങ്ങിച്ചു കൊടുത്തതെന്ന്. ആ സ്വഭാവം ഞാൻ നിന്നിലും കാണുന്നുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞത്. കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പ് ഞാനും അങ്ങ് കാര്യമായിട്ട് എടുക്കുക. സത്യമ്മ കരഞ്ഞുകൊണ്ട് പറയാം, വിഷ്ണുവിനെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരുമോ? ഒന്നും പറയാനാകാതെ ശിവൻ ഇങ്ങനെ സങ്കടത്തോടെ തല കുനിഞ്ഞ് നിൽക്കുക. കൃഷ്ണൻകുട്ടി ഓരോരുത്തരെ കടന്ന് വിളിക്കുക, ഇതെന്താ ആ വീട്ടിലെല്ലാവരും ചത്തു കിടക്കുക? ചേട്ടാ, ചേട്ടൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചേ. ശാലിനി പെട്ടെന്ന് ആ ഫോൺ എടുക്കുന്നുണ്ട്. കൃഷ്ണൻകുട്ടി ചോദിക്കുക, ഇത് ശാലിനിയാണോ കളക്ടർ? അതെ, ശാലിനിയാണ്. ഞാനേ രാജീവൻ്റെ അമ്മാവനാ, വിജയലക്ഷ്മിയുടെ ആങ്ങളെ കൃഷ്ണൻകുട്ടി. എനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്താ വിളിച്ചത്, പറഞ്ഞോളൂ. നിന്റെ ചേച്ചി ഇത് എന്ത് ഭാവിച്ചിട്ടാ? ഞങ്ങളെ വയസ്സാങ്കാലത്ത് ജയിലിൽ കയറ്റാനാണോ ആ കൊച്ചിനെ ഇവിടെ കൊണ്ടിട്ടിട്ടൊരു ചതി കാണിച്ചത്? ശാരി ചേച്ചി എന്ത് കാണിച്ചെന്നാ നിങ്ങളീ പറയുന്നത്? ഒന്നും കാണിച്ചില്ല. ആ കൈക്കുഞ്ഞിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ തള്ളിയിട്ട് അവൾ ആ ട്രെയിനിൻ്റെ മുന്നിൽ പോയി ചാടി. അത് കേട്ട് ശാലിനി അങ്ങ് ഞെട്ടി. എന്താ പറയുന്നത്? പറഞ്ഞതെന്താടി, നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ ചേച്ചിയെ ആത്മഹത്യ ചെയ്യാൻ ട്രെയിനിൻ്റെ മുന്നിൽ പോയി ചാടിയെന്ന്. പക്ഷെ മരിച്ചിട്ടില്ല, ഹോസ്പിറ്റലിൽ മരിക്കാറായി കിടപ്പുണ്ടെന്ന്. പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പോവും. പിന്നെ ജീവനോടാ കണ്ടില്ലെന്ന് പറയരുത്. എടി വിജയലക്ഷ്മി, അവൾ വരും. അങ്ങനെ കാര്യങ്ങൾക്ക് ഉടനെ ഒരു തീർപ്പുണ്ടാകും. സത്യാമ്മ കരഞ്ഞോണ്ട് ശിവനോട് പറയും, പറമോനെ, ഈ അമ്മയുടെ ആഗ്രഹം മോൻ നടത്തി തരുമോ? ശിവൻ എന്തു പറയാന്? ശിവൻ പറയാം, എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാം ഞാൻ ശ്രമിക്കാം. അങ്ങനെ ശിവൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ശിവ എന്ന് അലറിക്കൊണ്ട് തൻ്റെ ശാലിനി അങ്ങോട്ട് ഓടി വരുക. ശാലിനി എന്നിട്ട് വെപ്രാളത്തോടെ സത്യാമ്മയോട് പറയാം, സത്യാമ്മേ, ഒരത്യാവശ്യമുണ്ട്, ഞാൻ വന്നിട്ട് പറയാം എന്നും പറയാം. ശാലിനി ഓടുവാണ് ശിവൻ്റെ അടുത്തോട്ട്. ശിവ, ഒരത്യാവശ്യമായിട്ട് നമുക്ക് ഒരിടം വരെ പോകണം. കുട്ടികളെ കമലിനെ വിളിച്ച് പറഞ്ഞാൽ മതി, അവൻ കൊണ്ടുപോയി വിടും. വേണ്ട, കമലിനങ്ങളൂടെ ഞങ്ങൾ പോകുന്നില്ല. മക്കളെ പറയുന്ന കേക്ക്, അമ്മയ്ക്കൊരു അത്യാവശ്യം ഉള്ളതാണ്. ശിവ, വണ്ടി എടുക്ക്. അമ്മ എന്നാൽ പോകുന്ന വഴിക്ക് ഞങ്ങളെ സ്കൂളിൽ ഇറക്കിയിട്ട് പോ. അതിനൊന്നും സമയമില്ല മക്കളെ. ശിവ, എളുപ്പം വണ്ടി എടുക്ക്. പോകുമ്പോൾ നമുക്ക് കമലിനോട് വിളിച്ച് പറഞ്ഞേക്കാം. മക്കളെ, നിങ്ങൾ പേടിക്കണ്ട, കമലിനെങ്കിൽ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞിട്ട് ശിവൻ എളുപ്പം പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ ശാലിനിയും ശിവനും വണ്ടിയിൽ പോകുന്ന നോക്കും. സത്യാമ്മയും പപ്പിയും സത്യ എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. ആർക്കും കാര്യം എന്താണെന്നൊന്നും മനസ്സിലായില്ല. സത്യ എല്ലാം നശിപ്പിച്ച് ഇനി ആ കമലിനങ്ങളുടെ വളിപ്പത്തരം കേട്ട് വേണം പോകാനാ. സത്യാമ്മ ചോദിക്കുന്നു, പൊന്നി എന്താ സംഭവം? എനിക്കറിയില്ല സത്യാമ്മയെ, നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഗോപാലകൃഷ്ണൻ കുറുപ്പ് സാറിനോട് പറയാം, എനിക്കിനി വയ്യ കുറുപ്പ് സാറെ, ശരീരം മൊത്തം തളരുന്ന പോലെ തോന്നുക. നോക്കാവുന്നിടത്ത് മുഴുക്ക നോക്കി, പഞ്ചായത്തിൻ്റെ പൊട്ടക്കിണർ വരെ നോക്കി. ഇനി ഞാൻ അവരെ എവിടെ നോക്കാനാ കുറുപ്പ് സാറെ? ഗോപാലകൃഷ്ണ, നമ്മൾ ചിന്തിക്കുന്ന പോലല്ല അധികാരപ്പെട്ടവർ ചിന്തിക്കുന്നത്. കാണാതായിരിക്കുന്നത് ഒരു കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ അമ്മയെയാണ്. ഇനിയും നമ്മൾ വേണ്ടപ്പെട്ടവരെ അറിയിച്ചില്ലെങ്കിൽ ഇതിനൊക്കെ കൃത്യമായിട്ട് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഞാനിനി എന്ത് ചെയ്യണമെന്നാ കുറുപ്പ് സാറ് പറയുന്നത്? പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്കണം ഗോപാലകൃഷ്ണ.
നമ്മൾ ചിന്തിക്കുന്നിടത്തോ പറയുന്നിടത്തോ പ്രശ്നങ്ങൾ നിന്നെന്ന് വരില്ല. നമുക്കതൊന്നും ഒഴിവാക്കി മുന്നോട്ട് പോകാനും ആവില്ല. രോഹിത് പറയാം, പോലീസിൽ പറയുന്നതിന് മുമ്പ് ശാലിനിയോട് പറയണ്ടേ? നമ്മുടെ സ്വന്തം ആൾക്കാർ അധികാര പദവിയിലുള്ളപ്പോൾ ആ വഴിക്ക് പോകുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. ശ്യാമ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അവൾക്ക് അതങ്ങോട്ട് തീരെ പിടിച്ചില്ല. ഗോപാലകൃഷ്ണ, രോഹിത് പറഞ്ഞ നല്ലൊരു കാര്യമാണ്. നമ്മൾ പറയുന്നതും ഒരു കളക്ടർ പറയുന്നതും രണ്ടും രണ്ടാ. നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിച്ചോ, എനിക്കിപ്പോൾ ഒന്നിനും കഴിയാത്ത അവസ്ഥയിലാണ്. മക്കളെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം മക്കളെ സ്നേഹിക്കാൻ അവസരം ഒത്തു വന്നപ്പോൾ അവർക്ക് നമ്മുടെ സ്നേഹവും വേണ്ട. ഗോപാലകൃഷ്ണൻ ഇരുന്ന് പൊട്ടിക്കരയുക. ഗതികെട്ടവനാ കുറുപ്പ് സാറേ ഞാൻ, ഗതികെട്ടവൻ, ശാപം പിടിച്ചവനാ. ഇനി ഒരു രീതിയിലും മനസമാധാനത്തോടെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ടാവില്ല. അങ്ങനെ കൊണ്ടുപോകാൻ എൻ്റെ മക്കളൊട്ട് സമ്മതിക്കത്തതുമില്ല. അല്ലെങ്കിൽ തന്നെ ഒരിക്കൽ കുടുംബത്തിൻ്റെ കടിഞ്ഞാൻ നഷ്ടപ്പെടുത്തിയവന് ഇനി അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ശരി തന്നെയാ. ഞാൻ തോറ്റു, എന്നെ എല്ലാവരും കൂടെ തോൽപ്പിച്ചു. ഗോപാലകൃഷ്ണ, ഇങ്ങനെ വേവലാതിപ്പെട്ടിട്ട് എന്താ കാര്യം? കുഞ്ഞും തള്ള എവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അതിന് രോഹിത് പറഞ്ഞ പോലെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. രോഹിത്തെ, ശാലിനിയെ വിളിച്ച് കാര്യം പറ. ഇനി ഇവിടെ നോക്കാനൊരു സ്ഥലവും ഇല്ലെന്നും കൂടെ പറ. ഈ സമയം ശിവനും ശാലിനിയും കൂടി ഇങ്ങനെ ജീപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് രോഹിത്തിൻ്റെ ഫോൺ കോൾ ശാലിനിക്ക് വരുന്നത്. ആ പറ രോഹിത്തെ, ശാരിയെയും കുഞ്ഞിനെയും കാണാനില്ല. ഞങ്ങൾ ഈ വീടും പരിസരവും ഒക്കെ നോക്കിയിട്ടിരിക്കുക. പോലീസിൽ വിവരം അറിയിക്കണ്ടേ? ശാലിനിയോട് ചോദിച്ചിട്ടാകാം അച്ഛനും കുറുപ്പ് സാറും ഒക്കെ പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? രോഹിത്തെ, അവരെവിടെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അവരെവിടെ ഉണ്ടെന്ന് അറിഞ്ഞോ? അച്ഛാ, ശാലിനിക്ക് വിവരം കിട്ടി. അവരെവിടെ ഉണ്ടെന്ന് അറിയാൻ തോന്നുന്നു. എൻ്റെ ഈശ്വര കാത്തു. ശാലിനി രോഹിത്തിനോട് ചോദിക്കുക, ഇന്നലെ അവിടെ വല്ല വഴക്കും ഉണ്ടായോ? ശ്യാമയൊന്ന് നോക്കിയിട്ട് രോഹിത്ത് പറയുന്നു, ആ ഉണ്ടായി. എന്നാൽ അതൊക്കെ തന്നെയാ കാരണം. ശാരികേച്ചി കുഞ്ഞിനെ രാജീവ് സാറിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ട് കിടത്തിയിട്ട് ശാരികേച്ചി ട്രെയിനിൻ്റെ മുന്നിൽ ചാടി. അയ്യോ, എന്നിട്ട്? എന്തായാലും മരിച്ചിട്ടില്ല, ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട്. ഞാനിനി അവിടെ ചെന്നിട്ട് വിളിക്കാൻ രോഹിത്തെ എന്നും പറഞ്ഞ് ശാലിനി ഫോൺ കട്ട് ചെയ്തു. ഗോപാലകൃഷ്ണൻ കരഞ്ഞോട് ചോദിക്കുന്നു, എന്താ രോഹിത്തെ? അവക്കും കുഞ്ഞിന് എന്തു പറ്റിയെന്നാ ശാലിനി പറഞ്ഞത്? രോഹിത്ത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. കുറുപ്പ് സാറും ചോദിക്കുന്നു, എന്താ രോഹിത്തെ, പറ, എന്താ പറ്റിയത്? കുഞ്ഞിനെ രാജീവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കിടത്തിയിട്ട് ശാരിക ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയെന്നാ പറഞ്ഞത്. അയ്യോ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ കരയുവാണ്. ബാക്കിയുള്ളവരും വിഷമത്തോടെ നോക്കി വയ്ക്കുന്നു. ശ്യാമ മാത്രം ഒരു കുലുക്കമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയ്യോ എൻ്റെ പൊന്നുമോളെ, ചതിച്ചോ ദൈവമേ എന്നിങ്ങനെ പറഞ്ഞ് കരയുവാണ് ഗോപാലകൃഷ്ണൻ. ശാരിക മരിച്ചിട്ടില്ല, ഹോസ്പിറ്റലുണ്ടെന്നാ പറഞ്ഞത്. ഏഷ്യത്തോടെ ഗോപാലകൃഷ്ണൻ ശ്യാമയുടെ അടുത്തോട്ട് ചെന്നിട്ട്, നിനക്ക് മതിയായോടി? കൂടപ്പറപ്പിനെ ഒരു വഴിയാക്കിയപ്പോൾ നിനക്ക് തൃപ്തിയായോടി? ഇനി ആരെയൊക്കെയാടി നീ കൊല്ലാൻ പോന്നു? എന്നെയോ അതോ ഇനി നിന്റെ ഭർത്താവിനെയോ? മനസാക്ഷി വേണോടി. സ്വന്തം കൂടപ്പറപ്പുകളെ സ്നേഹിക്കാൻ പഠിക്കണം. അല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് കരുതി വീട്ടിലുള്ളവരെയെല്ലാം കൂട്ടത്തോടെ അടിച്ചിറക്കിയാലേ സ്വസ്ഥതയോടെ നീ ഒരിക്കലും ജീവിക്കത്തില്ലടി. കൂടപ്പറപ്പുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന നിനക്ക് എങ്ങനെ ഗതി പിടിക്കാനാടി? വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നീ സൂക്ഷിച്ചുപയോഗിക്കണം. അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെയും ചെന്ന് കയറുന്നത് അവരുടെ ചങ്കിനകത്തായിരിക്കും. കുറുപ്പ് സാറ് പറയാം, ഗോപാലകൃഷ്ണ, ഒരാൾ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ചാകാൻ കിടക്കുക. ഇനി ഇവളെ എന്തെങ്കിലും പറഞ്ഞ് ഇവളിനി എന്തെങ്കിലും കാണിച്ചാൽ ഓടാനും ചാടാനും ഒക്കെ പിന്നെ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ടി വരും. ഗോപാലകൃഷ്ണ, തൻ്റെ സമയം വളരെ മോശമാണ്. ആ പെണ്ണ് ചെന്ന് ചാടിയതേ ട്രെയിനിൻ്റെ മുന്നിലാണ്. അതിന് നൂലാമാലകൾ ഏറെയുണ്ട്. പിന്നെ ആ കുഞ്ഞിൻ്റെ കാര്യം, ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ മുന്നിൽ ആ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിരിക്കുന്നത്. അവിടെ ഇനി എന്താ ഉണ്ടായെന്നറിയണ്ടേ? വഴക്കടിച്ച് സമയം കളയാൻ നമുക്കിനി ഇല്ല. ചെയ്തു തീർക്കാൻ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഉള്ളപ്പോൾ കഴിഞ്ഞതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കണം. ശാലിനിയും ശിവനും അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ശാലിനി അവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോവുകയാണ്. ഐസിയുവിൻ്റെ മുന്നിൽ കൃഷ്ണൻകുട്ടി ഇങ്ങനെ മുഖവും വീർപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അയ്യോ, എന്താ ശരിക്കും ഉണ്ടായത്? കൃഷ്ണൻകുട്ടിയോട് ചോദിക്കുക. അതെ, ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാ ഞാനും വിജയലക്ഷ്മി എഴുന്നേറ്റത്. അങ്ങനെ വാതിൽ തുറന്നപ്പോൾ ദാണ്ട പടിക്ക് താഴെ ഒരു കുഞ്ഞ് കിടക്കുന്നു. ആരായാലും ഒന്ന് അന്തിച്ചു പോകില്ലേ? അപ്പോഴാ തൊട്ടടുത്ത ആള് വന്ന് പറയുന്നത്, രാജീവന്റെ ഭാര്യ ട്രെയിനിന്റെ മുന്നിൽ ചാടിയെന്ന്. അന്നേരമാ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് ശാരികയുടെ കുഞ്ഞായിരുന്നെന്ന്. വീടിന് മുന്നിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇട്ടിട്ടേ മനഃപൂർവ്വം ചാടുകയായിരുന്നു ലക്ഷ്യമെന്ന്. ചാകാനൊന്നും ആയിരിക്കില്ല, ഞങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ, അല്ലാതെന്താ? ചാകാനാണ് ചാടിയതെങ്കിലേ ഇതിനോടകം എല്ലാ ചടങ്ങുകളും നടത്തിയേനെ. ഇത് ഞങ്ങളെ പേടിപ്പിക്കാൻ ചാടിയതാണേ. ശാലിനിക്ക് ദേഷ്യം വന്നിട്ട്, എന്നിട്ട് മോളെവിടെ? അതാരുടെ കുഞ്ഞായാലും കൊച്ചു കുഞ്ഞല്ലേ, തള്ളെ ഉപേക്ഷിച്ചിട്ട് പോയാലും മറ്റുള്ളവർക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? നമ്മുടെ കുടുംബത്തിലും കുട്ടിയും കുഞ്ഞും ഒക്കെ ഉള്ളതല്ലേ. നിങ്ങൾ കൂടുതൽ കുടവധികാരം അടിക്കാതെ കുഞ്ഞെവിടാണെന്ന് പറ.
കുഞ്ഞിനെ വിജയലക്ഷ്മി കൊണ്ടുവരും. നന്മയുള്ളൊരു മനസ്സുണ്ടായി പോയതുകൊണ്ടേ സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൊച്ചു സുരക്ഷിതമായിരിപ്പുണ്ട്. അല്പ കഴിയുമ്പോൾ കൊണ്ടുവന്ന് തരും. ഇതൊക്കെ ശിവൻ കേട്ടോണ്ട് നിൽക്കുക. ശിവൻ ചോദിക്കുക, മോളെ അന്യ വീട്ടിലൊന്നും അല്ലല്ലോ നിൽക്കുന്നത്, മോളുടെ അച്ഛൻ്റെ വീട്ടിലല്ലേ? അപ്പോൾ സാവധാനം കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇയാളാരാ മനസ്സിലായില്ലല്ലോ. ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ശരിയല്ലയോ? ഏയ് അങ്ങനെയൊന്നുമല്ല. ആ ഒരു ബന്ധത്തിന്റെ പേരിലല്ല ഞങ്ങൾ ആ കൊച്ചിനെ നോക്കിയത്. അങ്ങനെ ഒരു ബന്ധവും വേണ്ടെന്നാ വിജയലക്ഷ്മി പറഞ്ഞത്. അങ്ങനെ രക്തബന്ധമേ ചവിട്ടി മെതിച്ച് കളയാനുള്ളതാണോ? അത് മാത്രവുമല്ല, അമ്മാവനല്ലല്ലോ അങ്ങനെ ഒരു തീരുമാനം പറയേണ്ടത് രാജീവ് സാറല്ലേ. എന്റെയും വിജയലക്ഷ്മിയുടെയും വാക്കുകൾക്കപ്പുറത്തേക്ക് രാജീവിന് സ്വന്തമായിട്ടൊരു വാക്കില്ല. ഇനി അതും പ്രതീക്ഷിച്ച് ആരും നിൽക്കുകയും വേണ്ട. ഇങ്ങേരുടെ വർത്തമാനമൊക്കെ കേട്ടിട്ട് ശാലിനിക്ക് നല്ല ദേഷ്യം വരും. ശാലിനി ചോദിക്കുക, അപ്പൊ ശാരിയേച്ച് ട്രെയിനിന്റെ മുമ്പിൽ ചാടിയതിന് രാജീവേട്ടനും കുടുംബത്തിനും യാതൊരു പങ്കുമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഏയ് ഞങ്ങൾക്ക് എന്ത് പങ്കാ? ഇങ്ങനെ ഒരു കൈക്കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് കിടത്തിയത് തന്നെ ആ പെണ്ണിന്റെ ഭ്രാന്ത് മാറിയിട്ടില്ലെന്നുള്ളതിന്റെ തെളിവ് തന്നെ അല്ലേ അത്? അല്ലെങ്കിൽ പിന്നെ ഇതുപോലൊരു ഭ്രാന്തി പെണ്ണിനെ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കൂടെ കൂട്ടുവോ? ഇതുകൊണ്ട് തന്നെ ആ രാജീവ് പോയിക്കളഞ്ഞത്. തേണ്ടേ, നിങ്ങൾ വീണ്ടും എൻ്റെ ചേച്ചിയെ ഭ്രാന്തിയാക്കുവാണോ? പിന്നെ ഭ്രാന്തല്ലാതെ ഈ കാണിച്ചു കൂട്ടുന്നേക്കാ പിന്നെ എന്താ? സംശയമുണ്ടെങ്കിൽ ഡോക്ടറോട് തന്നെ അങ്ങ് ചെന്ന് ചോദിച്ചു നോക്ക്. ആ ഡോക്ടർ പറയും ശാരികയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച്. കളിയാക്കലോടെ കൃഷ്ണൻകുട്ടി പറയും, ചെന്നങ്ങോട്ട് ചെന്ന് ചോദിക്കും. ശാലിനി ശിവനെ വിളിച്ചിട്ട് പറയുക, ശിവ, ഞാനിന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. അതുവരെ ശിവൻ ഇയാളുടെ കൂടെ ഒപ്പം തന്നെ നിൽക്കണം. ഇയാൾ കമ്പനിയില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാൽ ഇയാൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കളി. ശാലിനി പോയിട്ട് വാ, ഇത് ഞാൻ നോക്കിക്കോളാം. കൃഷ്ണൻകുട്ടി ശിവനോട് ചോദിക്കുക, എന്താ രണ്ടുപേരും കൂടെ ഒരു രഹസ്യം? ഏയ് ഒന്നുമില്ല. എന്നാൽ പിന്നെ ഇവിടെ ആളുകളൊക്കെ ഉണ്ടല്ലോ, എന്നാൽ ഞാനിനി അങ്ങ് പോയേക്കാം. ഞാനിനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ശാലിനിയോട് പറഞ്ഞേരെ കുഞ്ഞിനെയും കൊണ്ട് വിജയലക്ഷ്മി വരുമെന്ന്. എന്നാൽ ഓക്കെ എന്നും പറഞ്ഞ് കൃഷ്ണൻകുട്ടി പോകാനൊരുങ്ങുമ്പോൾ നമ്മുടെ ശിവൻ പെട്ടെന്ന് തോളത്ത് കൈവച്ചിട്ട്, അതെന്തൊരു പോക്കാമാവാ. ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അമ്മാവനല്ലേ? പ്രത്യേകിച്ചും രാജീവൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് മുഴുവൻ ഉത്തരവാദിത്വം അമ്മാവനല്ലേ? ഏയ് എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ആരാൻ്റെ കൊച്ചിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കാനേ ഈ കൃഷ്ണൻകുട്ടിയെ കിട്ടത്തില്ല. ഈ കുഞ്ഞ് രാജീവിൻ്റെ കുഞ്ഞാണെന്ന് അവൻ പറയാത്ത സ്ഥിതിക്ക് ഞാൻ പിന്നെ എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാ? ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. കൊച്ചിനെയും കൊണ്ട് വിജയലക്ഷ്മി വരും. അയ്യോ, അങ്ങനെ അങ്ങ് പോയാലോ അമ്മാവാ? എല്ലാം പറഞ്ഞ് സമരിയാക്കിയിട്ട് പോയാൽ മതി. ഇതൊക്കെ പറയാൻ താനാരാ? ഓ, കളക്ടറുടെ രണ്ടാം ഭർത്താവ് അല്ലേ? കൃഷ്ണൻകുട്ടിയുടെ ചെവിക്കരണം പോയിക്കാനായിട്ട് ദാണ്ട ശിവൻ കൈ ഓങ്ങിയതാ. എന്നിട്ട് പരിസരം നോക്കിയിട്ട് അതങ്ങ് വേണ്ടാന്ന് വെച്ച്. ദാണ്ടെ ഇത് ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ പറയുന്നതാ. ഒന്നാമത് ആ കളക്ടർ കൊച്ചിന് നല്ല പ്രായമാ. ഭർത്താവാണെങ്കിൽ എവിടെയാണെന്ന് അറിയാനും പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അന്തിക്കൂട്ട് വേണം. ഇവനാണെങ്കിൽ കോപം കൊണ്ട് ജോലിക്കുവാണ്. കൃഷ്ണൻകുട്ടി വിടുവോ? വേണ്ട, എൻ്റെ ഈ കവളിൽ മാത്രമേ അടിക്കാൻ പറ്റൂ. നാട്ടുകാരുടെയൊക്കെ കവളത്തടിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു കുടത്തിൻ്റെ വായ്മൂടി കെട്ടാനേ. പക്ഷെ അതുപോലല്ല, നാട്ടുകാരെല്ലാം കൂടി നശിപ്പിച്ച് നാറാണക്കല്ല് പറിച്ച് കളയും. നിനക്കത് വേണോ? ദേഷ്യത്തോടിങ്ങനെ ശിവനോടാ ചോദിക്കുന്നത്. ശിവൻ്റെ താണ്ട കണ്ണും മൂക്കും ചെവിയൊക്കെ ഇങ്ങനെ വിറയ്ക്കുവാണ്. സത്യമ്മ പൊന്നിയോട് പറയാ, പൊന്നി, നമുക്കിന്ന് ആ കുട്ടിക്കൃഷ്ണൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. നമുക്ക് പിള്ളയും കുട്ടി നമുക്ക് 3 പേർക്കൂടെ അങ്ങോട്ടൊന്ന് പോകണം. ശിവനെ വിട്ട് 2 അടി കൊടുപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അതിനുള്ള കെൽപ്പൊന്നും അയാളുടെ ശരീരത്തിനില്ല. അപ്പോൾ പിന്നെ നാണം കെടുത്തി കാശ് മേടിക്കുക, അങ്ങനെ ഒരു തന്ത്രം മാത്രമേ ഇനിയുള്ളൂ. ഞാൻ പെട്ടെന്ന് റെഡിയായി വരാൻ പൊന്നി. നമുക്ക് ഇപ്പം തന്നെ അയാളുടെ വീട്ടിലോട്ട് പോകണം. പിള്ളച്ചേട്ടൻ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ സത്യാമേ, ഞാൻ എത്രയും പെട്ടെന്ന് പാഞ്ഞ് ഓടി വന്ന എന്താണെന്നറിയാമോ? കുട്ടിക്കൃഷ്ണൻ്റെ കാര്യം പറയാനാ. അയാൾ രാവിലെ തന്നെ ഒരു തലതെറിച്ച പരിപാടി കാണിച്ചു. എന്താ പിള്ളേ, അയാൾ നാട് വിട്ടോ? അപ്പം നമ്മുടെ കാശ് പോയോ? മിക്കവാറും ആ കാശ് വെള്ളത്തിൽ വരച്ച വര പോലെ പോകാനാ സാധ്യത. അയാൾ രാവിലെ കെട്ടിത്തൂങ്ങി ചാകാനൊരു ശ്രമം നടത്തി. ആള് മരിച്ചിട്ടില്ല, പക്ഷേ ചില വർത്തമാനങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട്. അവൻ തൂങ്ങാൻ കാരണം സത്യമയാണെന്നാ നാട്ടുകാർ പറയുന്നത്. അതെന്താ, ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? കടം വാങ്ങിച്ചാൽ തിരിച്ചു തരണം, അല്ലെങ്കിൽ നമ്മളത് തിരിച്ചു ചോദിക്കും. ആ തിരിച്ചു ചോദിപ്പ് കാരണമാണ് അയാൾ ആത്മഹത്യ ശ്രമിച്ചതെന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത്. അപ്പം നാട്ടുകാർ പോലീസുകാരോടും പറഞ്ഞു കാണുമല്ലോ. കൊള്ളാമല്ലോ, ഇത് നല്ല കൂത്തായല്ലോ. നമ്മുടെ കാശും പോയി നമ്മളെ മോശക്കാരാക്കാനും നോക്കുക. ആര് തൂങ്ങിയാലും സാരമില്ല, എനിക്ക് എൻ്റെ കാശ് കിട്ടണം. പിള്ളച്ചേട്ടൻ പറയും, എന്തായാലും ആൾ മരിച്ചിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് നമ്മുടെ കാശ് ചോദിക്കാം. പിള്ളേ ഒന്ന് ഓർത്തോണം, ഇവന്മാരൊക്കെ തട്ടിപ്പിൻ്റെ രാജാക്കന്മാരാ. എങ്ങനെയൊക്കെ മറ്റുള്ളവരെ പറ്റിച്ച് കാശ് മേടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇവന്മാർ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ.
ഈ ആത്മഹത്യാശ്രമവും നമുക്ക് കാശ് തരാതിരിക്കാനുള്ള അടവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ തൂങ്ങുന്നു, എന്നിട്ട് അവരാരും രക്ഷപ്പെടുന്നില്ലല്ലോ. എന്തായാലും ഞാൻ പിടിച്ചോളാം. അങ്ങനെയൊന്നും ആ കാശ് ഞാൻ ഉപേക്ഷിക്കാനും ഒന്നും പോകുന്നില്ല. അപ്പോൾ ഫ്രണ്ട്, സത്യമ്മ കുട്ടിക്കൃഷ്ണൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ? ഇനി എന്തൊക്കെയാണ് ADM ജോൺ സത്യാമ്മയുടെ പേരിൽ കേസുണ്ടാക്കാൻ പോകുന്നു? ഓപ്പറേഷൻ കുമാരയുടെ പേരിൽ സത്യാമ്മയുടെ പേരിൽ കേസെടുക്കുമ്പോൾ അത് ശാലിനിയെ വല്ലാതെ ബാധിക്കും. അത് ശാലിനിക്കുള്ളൊരു പണിയായിട്ട് അവർ കൊടുക്കുകയും ചെയ്യും. ഹോസ്പിറ്റലിൽ കഴിയുന്ന ശാരികയുടെ അവസ്ഥ എന്തായി? ശാരികയുടെ ആത്മഹത്യാശ്രമം അറിഞ്ഞ് രാജീവൻ വരുമോ? രാജീവൻ വന്ന് ശാരികയും കുഞ്ഞിനെയും ഏറ്റെടുക്കുമോ എന്നുള്ളതൊക്കെ അറിയാനായി നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.